നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇത്തവണ കേന്ദ്ര ബജറ്റിൽ ഉണ്ടായത്. നിർമ്മലാ സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ച ആ തീരുമാനം കേരളത്തിൽ അടക്കമുള്ള വിമാനത്താവളങ്ങളിൽ നടപ്പാക്കുകയും ചെയ്തു. അതായത് കേരളത്തിലേക്ക് സ്വർണം കൊണ്ടുവരുന്നത് സംബന്ധിച്ചിട്ടുള്ള ഏതാണ്ട് 10 വർഷത്തിലധികമായിട്ടുള്ള ഒരു തീരുമാനത്തിലെ മാറ്റമാണ്. സ്വർണത്തിന്റെ മൂല്യമാണ് നേരത്തെ പ്രവാസികൾ കൊണ്ടുവരുമ്പോൾ നിശ്ചയിച്ചിരുന്നതെങ്കിൽ ഇനി സ്വർണത്തിന്റെ തൂക്കമാണ് പരിഗണിക്കുക. അത് സ്വർണത്തിന്റെ വില 1 ലക്ഷത്തിന് മുകളിൽ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ്. ഇതിനൊക്കെ വലിയ പോരാട്ടം നടത്തിയ ഒരു സംഘടനയുമുണ്ട്, ഒരു വ്യക്തിയുമുണ്ട്. ഒന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ, രണ്ടാമത് ആ വ്യക്തി എന്ന് പറയുന്നത് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ. പ്രദീപ് നെന്മാറയ്ക്ക് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവമാണ് ഇതിലേക്കൊക്കെ വഴിവെച്ചത്. ആദ്യം ആ അനുഭവം എന്തായിരുന്നു എന്ന് പ്രദീപ് തന്നെ പറയും. പിന്നീട് ഈ തീരുമാനത്തിന്റെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് വരാം. അന്ന് അനുഭവിച്ചത് എന്തായിരുന്നു, എന്താണ് അന്ന് എയർപോർട്ടിൽ സംഭവിച്ചത്? ഈ കഴിഞ്ഞ സെപ്റ്റംബർ 8-ാം തീയതി ഞാൻ അബുദാബി എയർപോർട്ടിൽ നിന്ന് കൊച്ചിയിലെത്തി. എൻ്റെ ചേട്ടൻ്റെ മോളുടെ ഗിഫ്റ്റ് വാങ്ങിയ 3 പവൻ്റെ ഗോൾഡ് ഉണ്ടായിരുന്നു. സാധാരണ ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ പാക്ക് ചെയ്ത് ഞാൻ ഹാൻഡ് ബാഗിലാണ് വെച്ചിരുന്നത്. അപ്പോൾ ഒരു ചെക്കിങ് പോകുന്ന സമയം ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ബാഗ് ചെക്ക് ചെയ്യാൻ ഫ്രണ്ടിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ ഹാൻഡ് ബാഗ് ചെക്ക് ചെയ്തു. അതിനുശേഷം കയ്യിലുള്ള പൗച്ചിലാണ് ഈ ഗിഫ്റ്റ് ഐറ്റംസ് വെച്ചത്. ഞാൻ അവരോട് കസ്റ്റംസുകാരോട് പറഞ്ഞിട്ട് തന്നെ അവർ ചോദിക്കാതെ തന്നെ ഇതും കൂടി ഞാൻ ചെക്ക് ചെയ്യാൻ അവർക്ക് കൊടുത്തിരുന്നു. അത് കണ്ടത് അവിടുത്തെ കസ്റ്റംസ് ഓഫീസർ പറഞ്ഞു, ഇതിൽ ഗോൾഡ് ഉണ്ട്, നമ്മുടെ ഗോൾഡ് ഉണ്ട്, ഗിഫ്റ്റായിട്ട് വാങ്ങിയതാണ്, ഈ സാധാണ്. അതിൻ്റെ ബില്ലുണ്ടോ ചോദിച്ചു. ബില്ല് ഇത് 3 എത്ര പവൻ ഉണ്ടോ ചോദിച്ചു. ഞാൻ 3 പവൻ. ഇത് കൊണ്ടുവരാൻ ഇപ്പോഴത്തെ വാല്യൂ പ്രകാരം നിങ്ങൾക്ക് 50,000 രൂപയുടെ ഗോൾഡ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതായിരുന്നു നിലവിലുണ്ടായിരുന്ന നിയമം. അതായത് ഒരു പുരുഷൻ വിദേശത്ത് നിന്നും കേരളത്തിലേക്കോ ഇന്ത്യയിലേക്കോ ചെല്ലുമ്പോൾ 50,000 രൂപയുടെ സ്വർണം മാത്രം, സ്ത്രീ ആണെങ്കിൽ 1 ലക്ഷം രൂപയുടെ സ്വർണം കൊണ്ടുപോകാം. ആ തീരുമാനത്തിലാണ് മാറ്റം വരുത്തിയത്. ഇപ്പോൾ പുരുഷനോ സ്ത്രീയോ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വാല്യൂ അല്ല, മൂല്യമല്ല കണക്കാക്കുന്നത്, മറിച്ച് തൂക്കമാണ്. ഒരാൾക്ക് സ്ത്രീ ആണെങ്കിൽ 5 പവനും കൊണ്ടുപോകാം, പുരുഷനാണെങ്കിൽ 2.5 പവനും കൊണ്ടുപോകാം. ആ തീരുമാനമാണ് കേന്ദ്ര ബജറ്റിൽ വന്നത്. ആ ഒരു തീരുമാനത്തിന് കാരണക്കാരനാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷം എത്രത്തോളം? എനിക്ക് വളരെ വലിയ സന്തോഷമുണ്ട്. കാരണം ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര്, അതായത് ബ്ലൂ കോളർ വർക്കേഴ്സിനെ അവിടെ നമ്മുടെ കസ്റ്റംസ് അധികൃതർ പിഴിയുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അവർക്കറിയില്ല, അവർ വാങ്ങുന്ന 3 പവനോ 2 പവനോ ചങ്ങലകളാണ്. അതിനുവേണ്ടി ഒരുപാട് കസ്റ്റംസ് പൂശിക്കുന്നതൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാനും ആ അനുഭവസ്ഥനായപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതിൻ്റെ അവസ്ഥ എന്താണ്. അവർ ആദ്യം എന്നോട് പറഞ്ഞു 10,000 രൂപ തന്നാൽ മതി. പിന്നെ അവസാനം ഞാൻ പറഞ്ഞു അതിൻ്റെ ലാസ്റ്റ് എൻഡ് വരെ പോകും, എന്താണ് എനിക്ക് ചെയ്യേണ്ട, ഗവൺമെൻറ് നിയമപ്രകാരമുള്ള എമൗണ്ട് എത്രയാണോ അവസാനം കണക്കാക്കിയിട്ട് 1,07,000 അടയ്ക്കണം പറഞ്ഞു. 3 മണിക്കൂർ അവിടെ നിന്ന് ഞാൻ കാരണം കൂടുതൽ ട്രാവൽ ചെയ്തു. അതായത് ഒരു വർഷത്തിൽ 3-4 മണി ഫ്രീക്വൻറ്റ് ട്രാവൽ നടത്തിയത് കൊണ്ട് എനിക്ക് 36% ടാക്സ് ആണ്. ആ ടാക്സ് അടച്ച റെസീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവിടെ നിന്ന് പോകുള്ളൂ പറഞ്ഞു. ആ റെസീറ്റ് തന്നതിന് ശേഷം ഞാൻ എൻ്റെ അനുഭവം മീഡിയക്കാരോടും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റിനെയും അതുപോലെ എനിക്കറിയാവുന്ന മേഖലകളിലെല്ലാം ഇത് ചെയ്തു. പ്രത്യേകിച്ച് എല്ലാ മീഡിയയും ഇതിന് സപ്പോർട്ട് ചെയ്തു. ഇങ്ങനെയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ഒക്കെ അറിയിക്കുന്നുണ്ട്. അതിനുശേഷം ഷാർജ ഇന്ത്യൻ അസോസിയേഷനും ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. അത് പ്രസിഡന്റും സെക്രട്ടറിയും തന്നെ വിശദീകരിക്കും. ഏറെക്കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ അത് വളരെ കൃത്യമായ രൂപത്തിൽ പുറത്തേക്ക് എത്തിക്കുന്നതിൽ അന്ന് അദ്ദേഹം എടുത്ത പങ്കാണ് ഇന്ത്യൻ അസോസിയേഷനെ ഇതിനകത്തേക്ക് വലിച്ചു കൊണ്ടുവന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. സെപ്റ്റംബർ 8-ാം തീയതി അദ്ദേഹത്തിനുണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ 10-ാം തീയതി നമ്മൾ നിർമ്മലാ സീതാരാമനും അതുപോലെ തന്നെ നമ്മുടെ ജോൺ ബ്രിട്ടാസ് MP-ക്കും ഒക്കെ ആയിട്ട് നമ്മൾ കത്തുകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോളോ അപ്പ് നമ്മൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ടായിരുന്നു. അപ്പോൾ സാധാരണക്കാരനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ട് എന്നതിലാണ് നമ്മൾ ഇടപെട്ടത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് എടുത്തതിൽ അത് നടപ്പിലാക്കപ്പെട്ടു, ഇന്നലെ മുതൽ നടപ്പിലാക്കപ്പെട്ടു എന്ന് കേട്ടു. പക്ഷേ അത് നടപ്പിലാക്കുന്നതിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സന്തോഷമുണ്ട്. യഥാർത്ഥത്തിൽ അത് ഇന്നല്ല, നേരത്തെ തന്നെ നടപ്പിലാക്കേണ്ടതായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇങ്ങനെ അപേക്ഷ കൊടുത്തു എന്ന് മാത്രമല്ല, വളരെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ, ഫോളോ അപ്പ് ഇന്ത്യൻ അസോസിയേഷന്റെ ഭാഗത്തു നിന്നും പ്രദീപ് നെന്മാറയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. അതെങ്ങനെയായിരുന്നു? കാരണം സെപ്റ്റംബർ 8-ാം തീയതി സംഭവിച്ചു. ഈ സംഭവിച്ച ശേഷം സെപ്റ്റംബർ 10-ാം തീയതി തന്നെ നിസാർ തലങ്കർ നേതൃത്വത്തിലുള്ള നമ്മുടെ കേന്ദ്രമന്ത്രി ധനകാര്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്തു. അതുപോലെ പാലക്കാട് MP ശ്രീകണ്ഠനോട് ഈ കാര്യം വ്യക്തമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എല്ലാ MP-മാർക്കും ഇതുമായി ബന്ധപ്പെട്ട കേരളത്തിലെ MP-മാർക്കും മിനിസ്റ്റേഴ്സിനും ഒക്കെ തോന്നി ഇതൊരു വലിയൊരു, അപ്പോഴാണ് അറിയുന്നത് ഒരുപാട് പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഇപ്പോഴും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഒരു മെമ്പറായ അദ്ദേഹത്തിൻ്റെ 35 പവനോളം ഗോൾഡ് ഡൽഹിയിൽ കസ്റ്റഡി വെച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഓരോ ദിവസം, അതായത് അദ്ദേഹം കൊണ്ടുപോയത് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഫൈൻ അടയ്ക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് അദ്ദേഹം, പക്ഷേ ഇപ്പോൾ ലോക്കറിൻ്റെ ഫൈൻ പോലും അടയ്ക്കണം വേണ്ടിട്ട് അദ്ദേഹത്തിന് ഇനിയും തിരിച്ചു കൊടുത്തില്ല. മിനിഞ്ഞാന്ന് സുപ്രീം കോടതി വിധി വന്നു അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്.
അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് വീണ്ടും അവർ കൊടുത്തില്ല, അതേ വ്യക്തി തന്നെ വേണമായിരുന്നു. അത്രത്തോളം ബുദ്ധിമുട്ടിക്കുകയാണ് പ്രവാസികളെ. കാരണം പ്രവാസികൾക്ക് വോട്ടവകാശം ഇല്ലാത്തതുകൊണ്ടാവാം ഈ കസ്റ്റംസ് മേഖല ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഓരോ വർഷം തോറും, കാരണം നമുക്കറിയാം ഓരോ വർഷം ഫോണിൻ്റെയൊക്കെ മാറ്റങ്ങൾ വരുന്നത് പോലെ കസ്റ്റംസിൽ മാറ്റങ്ങൾ ഓരോ വർഷം മാറ്റി കൊടുക്കേണ്ട ഇതാണ്. അത് ഗവൺമെൻറ് ഈ 2016 നിയമം മാറുന്ന 10 വർഷങ്ങൾക്ക് ശേഷം ആക്ച്വലി 2 വർഷം കൂടും വിലക്കയറ്റം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ അറിയാം ഇന്ത്യൻ രൂപ 8 രൂപയിൽ നിന്ന് 25 രൂപയാണ്. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. ഇന്ത്യൻ അസോസിയേഷൻ ഇങ്ങനെ പോരാട്ടം നടത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ പ്രദീപ് നെന്മാറയുടെ കാര്യം മാത്രമല്ല, സാധാരണ വർഷത്തിൽ ഒരിക്കലോ 2 വർഷം കൂടുമ്പോഴോ 2.5 വർഷം കൂടുമ്പോഴോ ഒക്കെ പോകുന്ന പ്രവാസികളുണ്ട്, സാധാരണ തൊഴിലാളികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആശ്വാസം തന്നെയാണ്. 100%. കാരണം അവർക്ക് 2.5 പവനോ 3 പവനോ ആരെയും പേടിക്കാതെ കള്ളനെന്നതല്ലാതെ വളരെ ഇതായിട്ട് അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് സമ്മാനമായി പൊതിഞ്ഞ് അവരുടെ ഹാൻഡ് പൗച്ചിൽ കൊണ്ടുപോകാൻ പറ്റും. ഇത് കാരണം അവർക്ക് ടാക്സ് ഇല്ലാണ്ട് കൊണ്ടുപോകാനുള്ള വലിയൊരു ഉത്തരവാണ് ഇത്. ഈ തീരുമാനത്തിലൂടെ പ്രവാസികൾ സന്തോഷിക്കാൻ പ്രധാന കാരണമുണ്ട്. നേരത്തെ പ്രദീപ് നെന്മാറ പറഞ്ഞതുപോലെ തന്നെ വിമാനത്താവളത്തിൽ എത്തുമ്പോൾ 1-2 ഗ്രാം കൂടുതലുള്ളതിന്റെ പേരിൽ കള്ളനായിട്ടാണ് പലരെയും മുദ്ര കുത്തിയിരുന്നത്. പ്രദീപ് നെന്മാറയെ പോലും ഒരു ഘട്ടത്തിൽ അവർ കണ്ടിരുന്നത് അങ്ങനെയായിരുന്നു. ആ കള്ളൻ എന്ന് മുദ്ര കുത്തുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി നല്ല അഭിമാനത്തോടു കൂടി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുതന്നെയാണ് പ്രവാസികളുടെ സന്തോഷത്തിന്റെ കാരണവും.